വൈദ്യപരിശോധന നടത്തുന്നതിനിടെ പ്രതിയുടെ കുത്തേറ്റ് യുവ ഡോക്ടർ കൊല്ലപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് ഇപ്പോൾ കേരളം. അടിപിടി കേസിൽ കസ്റ്റഡിയിലെടുത്ത അധ്യാപകൻ സന്ദീപിന്റെ ക്രൂരമായ ആക്രമണത്തിൽ ഒരു യുവ ഡോക്ടർ ദാരുണമായി കൊല്ലപ്പെട്ടപ്പോൾ പോലീസ് നോക്കുകുത്തിയായി നിന്നു എന്ന ആരോപണം ശക്തമാണ്. പോലീസിന്റെ അനാസ്ഥയാണ് യുവ ഡോക്ടറുടെ മരണത്തിന് ഇടയാക്കിയത് എന്ന രൂക്ഷമായ ആക്ഷേപം നിലനിൽക്കുമ്പോൾ ഒരു സർക്കാർ ഉത്തരവാണ് ഇപ്പോൾ സജീവ ചർച്ചയാകുന്നത്. കസ്റ്റഡി പീഡനങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി കൊണ്ടുവന്ന ഒരു സർക്കാർ ഉത്തരവാണിത്. പ്രതിയെ ഡോക്ടർ പരിശോധിക്കുമ്പോൾ പോലീസുകാർ മാറി നിൽക്കണമെന്നാണ് ആ ഉത്തരവ്. അറസ്റ്റിലായ പ്രതികളെ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ ഒപ്പം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഡോക്ടറും പ്രതിയും തമ്മിലുള്ള സംസാരം കേൾക്കാതെ ദൂരെ മാറി നിൽക്കണം എന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഡോക്ടർ പ്രതി ആശയവിനിമയത്തിന് സ്വകാര്യത ഉറപ്പുവരുത്താനാണ് ഇത്തരമൊരു നടപടി. എന്നാൽ പ്രതിക്ക് രക്ഷപ്പെടാൻ കഴിയാത്തത്ര അകലം പാലിക്കണമെന്നും ഉത്തരവിൽ നിർദ്ദേശിക്കുന്നുണ്ട്. കസ്റ്റഡി പീഡനങ്ങൾ കണ്ടെത്തുന്നതിന് ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് കമ്മീഷൻ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ പരിശോധിച്ചാണ് സർക്കാർ ഇത്തരമൊരു ഉത്തരവിറക്കിയത്. ഈ ഉത്തരവാണ് ഇപ്പോൾ യുവ ഡോക്ടറുടെ ജീവൻ നഷ്ടമാകാൻ കാരണമായത് എന്നാണ് വിലയിരുത്തൽ. താനൂർ സ്വദേശിയും താനാളൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസറുമായിരുന്ന ഡോക്ടർ കെ പ്രതിഭയാണ് ഇത്തരമൊരു ഉത്തരവ് നടപ്പാക്കാൻ സർക്കാരിനെയും കോടതിയെയും സമീപിച്ചത്. 2018 കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ സേവനം ചെയ്യവേ പ്രതികളുടെ വൈദ്യപരിശോധന ചട്ടപ്രകാരം നടത്തിയതിന് പോലീസ് തന്നോട് പ്രതികാരം കാട്ടിയെന്ന് പ്രതിഭ വെളിപ്പെടുത്തിയിരിക്കുന്നു. പരിശോധനയിൽ കണ്ടെത്തിയ പരിക്കുകളും രോഗവിവരങ്ങളും വിശദമാക്കി കോടതിക്ക് നൽകിയതായിരുന്നു പോലീസിനെ ചൊടിപ്പിച്ചത്. തുടർന്നാണ് പ്രതിഭ സർക്കാരിനെയും കോടതിയെയും സമീപിച്ച് ഉത്തരവ് നേടിയെടുത്തത്. എന്നാൽ ഇപ്പോൾ ഉത്തരവ് മറപിടിച്ച് പോലീസ് പിൻവാങ്ങിയത് ഒരു ജീവനാണ് നഷ്ടമാക്കിയത്. ഒരുപക്ഷെ ഇത്തരമൊരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാർ മാറി നിന്നത് എങ്കിൽ അത് മനസാക്ഷിക്ക് നിരക്കാത്തതാണ്. അനാവശ്യമായ ഇത്തരം ഉത്തരവുകൾ ഇല്ലാതാക്കാൻ സർക്കാർ അടിയന്തര നടപടി എടുക്കണം എന്ന ആവശ്യവും അതിശക്തമായി ഉയരുകയാണ്. അല്ലെങ്കിൽ ഇത്തരം നൂലാമാലകളിൽ കടിച്ചു തൂങ്ങി നിയമം നടപ്പാക്കേണ്ടവർ ഒഴിഞ്ഞുമാറിയാൽ ഇനിയും ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടും.